പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ അഭിഷിക്തരെയും വൈദികരെയും സമർപ്പിത സന്യാസിനിമാരെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറച്ച് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും, ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും, ഇവിടെ എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പൈശാചിക സ്വാധീനങ്ങൾ, തടസ്സപ്പെടുത്തുന്ന ദുരാത്മ ദുർഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിർവീര്യമാക്കപ്പെടട്ടെ. എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വലിയ കരുണയിൽ നമ്മുടെ വൈദികർക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എനിക്ക് തോന്നുക, ഈ വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഗൗരവവും പ്രാധാന്യവും നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരും കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. എന്തുമാകട്ടെ, ആ ബോധ്യമുള്ളവരൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് കർത്താവിന്റെ കൃപ ഒഴുകി ഇറങ്ങുന്നത് അഭിഷിക്തരായ വിശുദ്ധ വൈദികരിലൂടെയും അഭിവന്യ പിതാക്കന്മാരിലൂടെയും സന്യാസിമാരിലൂടെയുമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. ഈ മക്കള് അവർക്ക് പ്രാർത്ഥനയെക്കുറിച്ചോ വചനത്തെക്കുറിച്ചോ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചോ വരുന്ന അപകടങ്ങളെക്കുറിച്ചോ വലിയ ബോധ്യങ്ങളില്ല. ഈ കഴിഞ്ഞ 2 ദിവസം ഈ മക്കളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ആ മക്കളുടെ മാറ്റം, പ്രാർത്ഥനയില്, ആരാധനയില്, വിശുദ്ധ കുർബാനയില്, അവിടെ കുമ്പസാരത്തില് ഞാൻ കണ്ട മാറ്റം വളരെ വലുതാണ്. ഇത് ലഭിക്കണം, ഇടവകയിൽ നിന്ന് ലഭിക്കണം, കാറ്റഗിസത്തിൽ നിന്ന് ലഭിക്കണം. കൂദാശയെക്കുറിച്ച്, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്, തങ്ങളെക്കുറിച്ച്, അഭിഷേകത്തെക്കുറിച്ച്, കൃപയെക്കുറിച്ച്, ദൈവൈക്യ ജീവിതത്തെക്കുറിച്ച്, കൃപാജീവിതത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞാൽ ഇതാരറിയിക്കണം? അതുകൊണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആത്മീയമായ കാര്യങ്ങളിൽ അഭിഷേകത്തോടെ, വിശുദ്ധിയോടെ ഇടയധർമ്മം നിർവഹിക്കുന്ന ഇടയന്മാരും അതുമായിട്ട് ബന്ധപ്പെട്ട സമർപ്പിത വൈദിക കൂട്ടായ്മയും ഉണരണം. ആര് പ്രാർത്ഥിക്കും? പ്രിയപ്പെട്ട മക്കളെ, അത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നല്ല അഭിഷിക്തരൊക്കെ ഉണ്ടാകാനും സമർപ്പിതരുണ്ടാകാനും ഒക്കെ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു മേഖല, ലോകാരൂപി അടിമപ്പെടുത്തിയ അനേകം വൈദികർ, സമർപ്പിതർ. അവര് നമുക്കറിയാം, ഈ വൈദികരെ ഞങ്ങളൊക്കെ വിളിക്കപ്പെട്ടത് ലോകാരൂപിയുടെ പിന്നാലെ പോയി ലോകത്തിന്റെ കാര്യങ്ങൾ, ലോകത്തിന്റെ വിദ്യാഭ്യാസം, ലോകത്തിന്റെ പഠനങ്ങൾ, ലോകത്തിന്റെ PhD, ലോകത്തിന്റെ ഡോക്ടറേറ്റ് ഒന്നും എടുക്കാൻ വേണ്ടിയില്ല. പിന്നെ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് മുന്തിയ ഹോട്ടലിൽ ഭക്ഷണം, ഇറങ്ങിയ സിനിമ ഇറങ്ങണ ദിവസം പോയി പല രീതികളിൽ ടിക്കറ്റ് എടുത്ത് കാണുന്ന അഭിഷിക്തരുണ്ട്. അന്ന് ഇറങ്ങണം. ഒരു സിനിമയും മുടങ്ങാത്തവര്, ലോകാരൂപി, കൂട്ടുകൂടുക, കറങ്ങാൻ പോവാ. ഇവൻ പട്ടായെ പോലും, പട്ടായ മോശമായി പറയുന്നില്ല, പട്ടായ ടൂറിസം എന്ന് പറയാൻ നമുക്കറിയാലോ, ആ തലത്തിൽ പോലും ടൂറിന് പോണ അഭിഷിക്തർ ലോകാരൂപി അതുപോലെ കീഴ്പ്പെടുത്തി നശിപ്പിച്ച് തകർത്ത് കളഞ്ഞ് ചൈതന്യമില്ലാതെ മാറിപ്പോയി. വലിയ ക്രൂയിസ് യാത്രകളും വലിയ ടൂറുകളും ലോകവുമായിട്ട് ബന്ധപ്പെട്ട അടിപൊളി മുന്തിയ ഹോട്ടൽ ഭക്ഷണവും അതിനോട് ചേർന്ന് പോകുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന് പിശാച് ലോകാരൂപി അനേകം അഭിഷിക്തരെ, അനേകം സമർപ്പിതരെ അതിൽ കുടുക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട് കാശിന് കാശ് കൊടുക്കും, സമ്പത്ത്, സൗകര്യങ്ങള്, അതിനുള്ള വഴികള്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ലോകാരൂപിക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ വരാൻ പോകുന്ന പൈശാചി എന്നറിയോ?
അവർക്ക് ദൈവികമായ കാര്യങ്ങളോട്, ചെയ്യേണ്ട കൂദാശകളോട് വലിയ താല്പര്യക്കുറവരും. മക്കബായരുടെ 2-ാം പുസ്തകത്തില് 4-ാം അധ്യായത്തിന്റെ 14 മുതൽ തിരുവചന ഭാഗത്തില് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു അപകടത്തെ കുറിച്ച് പറയുന്നു. നമുക്കിത് വായിച്ചു കേൾക്കാം. ഇവിടെ പറയാണ്, പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു. കേട്ടോ മക്കളെ, ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു. ചക്രത്തളിക ഏറിന് സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തു. ചക്രത്തളികയേറ് എന്തോ ഒരു കളിയാണ്, ലോകത്തിന്റെ കളി. അതിന് സമയമാകുമ്പോ അവർ ഓടിപ്പോവാ അങ്ങോട്ട്. കണ്ടോ, അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ, എന്തെങ്കിലും അനാസ്ഥ ബലിയർപ്പണത്തിൽ കാണിക്കുകയും ചെയ്തു. പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സര രംഗത്തേക്ക് കുതിക്കുകയായി. കണ്ടോ, മത്സര രംഗത്തേക്ക്, ലോകത്തിന്റെ കാര്യങ്ങളിലേക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കുതിക്കുകയെ എന്ന് പറയാ. പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ച് തള്ളുകയും. കണ്ടോ, പിതാക്കന്മാര്, വിശുദ്ധര് വിലമതിച്ചത് ഇന്ന് പലരും പുച്ഛിച്ച് തള്ളുകയും, ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്തു. കണ്ടോ, ഗ്രീക്കുകാര്, വിജാതീയര് ആദരിക്കുന്നതൊക്കെ നമ്മുടെ ആൾക്കാര് വിലമതിക്കുകയും ചെയ്തു. അതുകൊണ്ട് പറയാ, തന്മൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു. കൊടിയ വിപത്തുകളിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾ, കൊടിയ വിപത്ത് അകപ്പെട്ടു. അവർ മാനിക്കുകയും അന്യോന്യം അനുകരിക്കാൻ ഇച്ഛിക്കുകയും ചെയ്ത ജീവിത സമ്പ്രദായങ്ങളുടെ ഉടമകൾ ശത്രുവായി തീർന്ന് അവരെ ശിക്ഷിച്ചു. അവസാനം കേട്ടോട്ടോ, ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസാരമല്ല. ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും. ദൈവിക നിയമങ്ങളുണ്ട്, അത് കാറ്റിൽ പറത്തിക്കൊണ്ട് ലോകാരൂപിയുടെ പിന്നാലെ, ഭൗതികതയുടെ പിന്നാലെ, സമ്പത്തിന്റെ പിന്നാലെ, ഭക്ഷണത്തിന്റെ പിന്നാലെ, ടൂറിന്റെ പിന്നാലെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിന് മനുഷ്യ ചെയ്യുന്ന എല്ലാത്തിനെ പിന്നാലെ പോയി ആസ്വദിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അഭിഷിക്ത ശക്തി കെട്ടുപോകും. ബലിപീഠ ശുശ്രൂഷ അനാസ്ഥ, അനാദരവ്, ശുഷ്കാന്തിക്കുറവ്. ഇന്ന് ആളുകൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ ശുഷ്കാന്തിക്കുറവാ. കമ്മ്യൂണിറ്റി പ്രയർ എന്നൊക്കെ പറഞ്ഞ 1-2 പേര് വന്നാൽ ആ ഒരു തലത്തിലേക്ക് പലതും മാറിപ്പോയി. ഒക്കെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും. നാം മറ്റു കാര്യങ്ങൾക്കോ, കറങ്ങാൻ പോകാൻ ഒരുമിച്ചുണ്ടോ, ടൂറിന് പോകാൻ കമ്മ്യൂണിറ്റി ഒരുമിച്ച് പോകും, ടൂറിന് പോകാൻ സിനിമയ്ക്ക് പോകാൻ ഒരുമിച്ച് പോകും, ഫുഡടിക്കാൻ പോകാൻ ഭയങ്കര കൂട്ടായ്മയാണ്. കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാനോ ബലിയർപ്പിക്കാനോ ദിവ്യകാനുസ്ഥാനത്തിൽ കൂട്ടായ്മയിലിരിക്കാനോ അതിനൊക്കെ അനാസ്ഥ, ഒരു ശുഷ്കാന്തിയില്ല. എൻ്റെ മക്കൾ, ഇതൊരു അപകടകരമായ ഒരു അവസ്ഥയിലാണെന്ന് പലതും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ മാറ്റും? കാശുണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഭയങ്കരമായ കാര്യങ്ങൾ, പദ്ധതികൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തു. ബലിപീഠ ശുശ്രൂഷയോടും ദൈവികമായ കാര്യങ്ങളോടും അനാദരവും അനാസ്ഥയും താല്പര്യക്കുറവും ശുഷ്കാന്തിക്കുറവും വന്നാൽ കണ്ടില്ലേ? കണ്ടോ, ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല. ഇന്ന് ലോകത്തെ യൂറോപ്പിലേക്ക് നോക്കുമ്പോൾ പള്ളികൾ അടയുന്നു, ഉദാശ ജീവിതമില്ല, ജനം വഴിതെറ്റി പോകുന്നു. എന്താ അതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകളാ മക്കളെ. ശരിക്കും നോക്കിക്കോ, ഈ പൗരോഹിത്യ ധർമ്മം അല്ലെങ്കിൽ വിളിക്കപ്പെട്ട ദൗത്യം അതിന് അനാസ്ഥ കാണിച്ച്, അനാദരവം കാണിച്ച് ഇന്ന് ദേവാലയങ്ങളിൽ ആളുകളില്ലാത്ത തലത്തിലേക്ക് മാറിപ്പോയി. നമുക്കറിയാം, ഇനി അച്ഛൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, ശക്തമായി പ്രാർത്ഥിക്കുക. ശുഷ്കാന്തിയുള്ള, ദൈവിക നിയമങ്ങളോട് വലിയ താല്പര്യമുള്ള, വിളിക്കപ്പെട്ട വിളിയോട് വിശ്വസ്തതയുള്ള, ആത്മീയ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, മറ്റ് ലോകാരൂപിക്ക് അടിമപ്പെടാതെ, ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, മറ്റ് ലോകത്തിന്റെ ഞാൻ ചിലപ്പോൾ പറയും, നമ്മുടെ മക്കൾ ഈ സെമിനാരിൽ വന്നിട്ട് അവരെയും മറ്റ് ഈ ലൗകിക ഭൗതിക കാര്യങ്ങൾ പഠിപ്പിക്കാനും മറ്റ് ഡിഗ്രി എടുക്കാനൊക്കെ ചിലപ്പോൾ എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ വിട്ട് കുറെ പേരെ ഡിഗ്രി പഠിക്കാൻ പറ്റും. അങ്ങനെ പോയ പല മക്കളും ആ ഡിഗ്രിയോട് കൂടി ദൈവവിളിയും വിട്ടുപോയി. എന്നാ പറയും, എന്തിനാ ഇതൊക്കെ? നമ്മൾ
നമ്മുടെ മക്കൾ ദൈവവിളിക്ക് വന്നു കഴിഞ്ഞാൽ ദൈവികമായ കാര്യങ്ങൾ പഠിപ്പിക്കുക, അല്ലാണ്ട് ലോകത്തിന്റെ കാര്യങ്ങളും ഡിഗ്രികളും ഒക്കെ എടുത്ത് വീണ്ടും അവരെ അതിലേക്ക് നയിക്കാനാണെങ്കിൽ എന്തിനു വൈദികരാക്കണം? എന്തിനു സന്യാസ ജീവിതത്തിലേക്ക് വരണം? ഇതൊക്കെ എൻ്റെ ചോദ്യങ്ങളാണ്, അല്ല പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വിളിക്കപ്പെട്ട വിളി അത് ആത്മീയമാണ്, അത് വലിയ പരിശുദ്ധമാണ്, അതിന് ചൈതന്യമുണ്ട്. അത് വിട്ടിട്ട് ലോകാരൂപി ഈ ലോകത്തിന്റെ ദൈവൻ പിടിച്ചെടുക്കുന്ന വലിയ മേഖലയാണ് ഭൗതികത. ലോകാരൂപിയുടെ സ്വഭാവങ്ങള്, സന്തോഷങ്ങള്, അടിപൊളി യാത്ര, ടൂറ്, സിനിമ, മറ്റു മാധ്യമങ്ങൾ, ഇതിലൊന്നും പോയാൽ പൗരോഹിത്യം നശിക്കും. മക്കൾക്കും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ജീവിതങ്ങൾക്കും ലഭിക്കേണ്ട കൃപ കിട്ടാതെ പോകും. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. മക്കളെ, ലോകാരൂപിക്ക് അടിമപ്പെടാതെ ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തിയുള്ള, ചൈതന്യമുള്ള, അനാസ്ഥ കാണിക്കാത്ത, താല്പര്യത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം വൈദികരെ കൊണ്ടും സന്യാസ സമൂഹങ്ങളെ കൊണ്ടും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിളിക്കപ്പെട്ടവർ ആ ജീവിതം ജീവിക്കുവാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയത് കൊണ്ട് സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദർശിക്കാൻ സാധ്യമല്ല എന്ന് പൗലോസ് കൊറിന്തോസ്യർക്ക് ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ന് പലരെയും അങ്ങനെയാണ് ഈ ലോകത്തിന്റെ ദേവൻ കണ്ണന്ധമാക്കി. അതുകൊണ്ട് ദൈവികമായ കാര്യങ്ങളെ പറയുമ്പോൾ അവർക്ക് പുച്ഛമാണ്, അല്ലെങ്കിൽ കൽപ്പനകളെ കുറിച്ച് പറയുമ്പോൾ അത് പുച്ഛമാണ്. അതൊക്കെ കാലഹരണപ്പെട്ടു എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും പറയേണ്ട കാര്യമില്ല. ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്, ദൈവിക നിയമങ്ങളോട് ഭയമില്ല, ദൈവത്തെ പോലും ഭയമില്ല. ദൈവഭയം നഷ്ടപ്പെട്ടു പോയ മേഖലയായി മാറിപ്പോയോ എന്നൊക്കെ തോന്നിപ്പോകും ചിലതൊക്കെ. ദൈവം സ്നേഹമാണ്, കരുണയാണ്, പക്ഷേ നിയമം മാറില്ല, കൽപ്പന മാറില്ല, അതിന് ശിക്ഷയുണ്ട്, അതിന് അനന്തര ഫലങ്ങളുണ്ട്. അതിന്ന് ലോകം അനുഭവിക്കുമ്പോൾ കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ ഈ ലോകത്തിന് ദേവൻ അവിടെ കണ്ണുകളെ അന്ധമാക്കി കൊണ്ടുപോവുക. പ്രാർത്ഥിക്കും മക്കളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട അഭിഷിക്തർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വലിയ കൂട്ടായ്മയെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഹൃദയത്തിനിണങ്ങിയ അഭിഷിക്തരെ അങ്ങ് വിളിക്കുമ്പോൾ അങ്ങയുടെ വിളിക്കപ്പെട്ട പ്രിയപ്പെട്ടവര് ആ ഒരു അഭിഷേകത്തില്, ആ ഒരു ഉത്തരവാദിത്വത്തില്, ദൗത്യ നിർവഹണത്തില് എപ്പോഴും വിശ്വസ്തരായിരിക്കാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ അനുഗ്രഹിക്കണം, ഇവിടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ഇവരുടെ മക്കളുടെ പഠനം, ഭാവി ജീവിതം, ആരോഗ്യ മേഖല, ജോലി, സാമ്പത്തിക മേഖല, ഈശോയെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഭിഷിക്ത കരങ്ങളിലൂടെ, പൗരോഹിത്യ കരങ്ങളിലൂടെ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുവാൻ, ആശീർവദിക്കുവാൻ എപ്പോഴും അങ്ങ് തിരുമനസ്സായിരിക്കുമ്പോൾ അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിഷിക്ത കൂട്ടായ്മയില് പരിശുദ്ധ പിതാവിനോടും എല്ലാ കർദിനാൾമാരോടും എല്ലാ മെത്രാന്മാരോടും പുരോഹിത ഗണത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വൈദികർക്കും അഭിഷിക്തർക്കും സന്യസ്തർക്കും വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുമ്പോ ആ വലിയ അഭിഷേകത്തിന്റെ ശക്തി ഈ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാ വൈദികർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്യാസിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിളിക്കപ്പെട്ട വിളി അതിന്റെ ചൈതന്യത്തോടെ വിശുദ്ധിയോടെ പൂർത്തിയാക്കാൻ വേണ്ട കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. ആ ഒരു തിരിച്ചറിവും ആ ഒരു മനസ്സും മറന്നു പോകാതെ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു അത് അറിഞ്ഞു ജീവിക്കാൻ എല്ലാ അഭിഷിക്തരെയും, എല്ലാ ഇടയന്മാരെയും, എല്ലാ സമർപ്പിതരെയും അവിടുന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബലിപീഠ ശുശ്രൂഷയില് ശുഷ്കാന്തി നഷ്ടപ്പെട്ട് ചക്രത്തളിക ഏറെ ആരംഭിക്കുമ്പോൾ അങ്ങോട്ടോടുന്ന മത്സര രംഗത്തേക്ക് കുതിക്കുന്ന ബലിപീഠ ശുശ്രൂഷയോട് അനാസ്ഥ കാണിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് വന്ന ഭവിഷ്യത്തുകള് കർത്താവ് ഞങ്ങൾ കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തില് കർത്താവെ, വിളിക്കപ്പെട്ട ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നഷ്ടപ്പെട്ടു പോയ, ദേവാലയത്തില് ദിവ്യകാല സന്നിധിയുമായുള്ള ബന്ധത്തില് ശുഷ്കാന്തി നഷ്ടപ്പെട്ടു പോയ എല്ലാ വൈദികരെയും സമർപ്പിതരെയും കർത്താവെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനേക്കാളേറെ താല്പര്യം ലോകത്തിന്റെ കാര്യങ്ങൾ, ലോകാരൂപിക്ക് അടിമപ്പെട്ട്, ഭൗതികതയ്ക്ക് അടിമപ്പെട്ട്, അതിന്റെ സുഖം, അതിന്റെ സന്തോഷം, അതിൻ്റെതായ സ്നേഹം,
അംഗീകാരം തേടി ഓടിപ്പോകുന്ന, അതിലേക്ക് കുതിക്കുന്ന അനേക മക്കളെ ഓർത്ത് കർത്താവേ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും അവിടെ ഉണർത്തണമേ, പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെ ഓർത്ത് കർത്താവ് ഞങ്ങളുടെ പൗരോഹിത്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് നൽകിയ മഹാദാനമാണല്ലോ കർത്താവെ പൗരോഹിത്യവും സമർപ്പണ ജീവിതവും. അതിൻ്റെ ചൈതന്യവും അതിൻ്റെ ആ വലിയ മഹത്വവും മനസ്സിലാക്കി ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാ പ്രിയപ്പെട്ട ഇടയന്മാരെയും വൈദികരെയും സമർപ്പിതരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളെ, അങ്ങയുടെ വൈദികരെ അങ്ങ് തന്നെ ഉണർത്തണം, അങ്ങ് ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. ലോകാരൂപിയിൽ നിന്നും അവൻ്റെ പ്രലോഭനത്തിൽ നിന്നും അവൻ നൽകുന്ന നൈമിഷിക സുഖത്തിന് വേണ്ടിയുള്ള ആസക്തികളിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോചിപ്പിക്കണമേ. വീണ്ടും എല്ലാ അഭിഷിക്തർക്കും സമർപ്പിതർക്കും ഇടയന്മാർക്കും ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നൽകി അനുഗ്രഹിക്കണം. ദിവികാരുടെ ബന്ധത്തില്, കുദാശ ബന്ധത്തില്, സക്രാരി ബന്ധത്തില്, ദേവാലയ ബന്ധത്തില് കർത്താവെ വലിയ തീഷ്ണതയുള്ളവരാക്കി, വലിയ ശുഷ്കാന്തിയുള്ളവരാക്കി എല്ലാ അഭിഷിക്തരെയും എല്ലാ വൈദികരെയും മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യാനുസന്നതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ വൈദികരെയും സമർപ്പിക്കാം. നമ്മുടെ പരിചയത്തിലും അറിവിലും ഇടവക വികാരിമാര്, സന്യാസ സമൂഹത്തിലുള്ള സന്യാസിനിമാർക്കും സന്യാസിമാർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനിലുമുള്ള നമ്മുടെ കത്തോലിക്കാ സഭയിലെ എല്ലാ വൈദികരെയും സമർപ്പിതരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നഷ്ടപ്പെട്ടവർക്ക് ശുഷ്കാന്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും എല്ലാ പ്രാർത്ഥനകളും കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. മക്കളെ, ഈശോ നമ്മയും സഭ മുഴുവനെയും എല്ലാ വൈദികരെയും ഇടയന്മാരെയും സമർപ്പിതരെയും പ്രത്യേകമാവിധം എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജപമാലയും കരുണയുടെ ജപമാലയും നമ്മുടെ ത്യാഗവും ഉപവാസവും ത്യാഗപ്രവൃത്തികളും പ്രാർത്ഥനകളും എല്ലാം സമർപ്പിച്ച് ഈ ഒരു വലിയ നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകാരൂപി അഭിഷിക്തരെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ചിന്തി എല്ലാ അഭിഷിക്തരെയും എല്ലാ സമർപ്പിതരെയും എല്ലാ ഇടയന്മാരെയും പുതിയ അഭിഷേകത്തിൽ ഉണർത്തണമേ. ശുഷ്കാന്തിയും താല്പര്യവും നൽകി ബലിപീഠ ശുശ്രൂഷയില്, ഉദാശ ജീവിതത്തില്, ദിവ്യകാരന്റെ ബന്ധത്തില് അവർ ഉണർത്തണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും സഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ. യേശുവേ, നന്ദി പറഞ്ഞ ആശീർവാദം സ്വീകരിക്കാൻ എൻ്റെ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.